നമ്മുടെ ആട്ടിൻകൂടിന്റെ രണ്ട് സൈഡുകളിലായിട്ടും നമ്മൾ കുക്കമ്പർ നമ്മൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇവർക്ക് വളർന്ന് പടർന്ന് പിടിക്കാൻ വേണ്ടി നമ്മുടെ ആട്ടിൻകൂടിന്റെ ഫ്രണ്ടിൽ തന്നെ ചെറിയ രീതിയിലുള്ള പന്തലും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഒരു സൈഡിൽ നിൽക്കുന്ന കുക്കമ്പർ നല്ല രീതിയിൽ തന്നെ കായ്ഫലം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. മറ്റു സൈഡിൽ നിൽക്കുന്നത് നമ്മൾ കുറച്ച് താമസിച്ചാൽ നട്ടത് കൊണ്ട് തന്നെ ചെറിയ രീതിയിൽ പൂക്കളും കായ്കളൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ. ഇപ്പം ഈ ഒരു കുക്കമ്പർ അത്യാവശ്യം നല്ല വലുപ്പമുള്ള കുക്കുംബറും നല്ല വണ്ണത്തിലുള്ള കുക്കുംബറും ആയിട്ടുണ്ട്. ഇത് വരുന്നത് സ്നോ വൈറ്റ് ഇനത്തിൽപ്പെട്ട കുക്കുംബറാണ് നമ്മൾ നട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഇലകളുടെ കൗളിൽ നോക്കിയാലും ഇതുപോലെ കുക്കുംബറും പൂക്കളുമായിട്ട് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത്യാവശ്യം നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ തന്നെ വളർന്ന് നല്ല ആദായം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കുക്കുംബറാണ് സ്നോ വൈറ്റ് കുക്കുംബർ. ഇത് അത്യാവശ്യം കാഴ്ചയിൽ തന്നെ നല്ല വണ്ണവും നല്ല വലുപ്പവും തോന്നുമെങ്കിലും ഇത് മൂത്തിട്ടില്ല കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ആ മുള്ളും ആ ഒരു വരകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. നല്ല വലുപ്പം വരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കുംബറാണ് സ്നോ വൈറ്റ് കുക്കുംബർ. എല്ലാ വർഷവും ഞാൻ സ്നോ വൈറ്റ് കുക്കുംബർ ഞാൻ നടാറുണ്ട്. ഈ പ്രാവശ്യം നമ്മളൊരു വെറൈറ്റിക്ക് വേണ്ടി F1 ഇനത്തിൽപ്പെട്ട ഹൈബ്രിഡ് കുക്കുംബറും, അതായത് ചാണകപ്പച്ച കളറുള്ള കുക്കുംബറും നമ്മൾ നട്ടിട്ടുണ്ട്. അതിനും നമുക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ, അതായത് ഈ കുക്കുംബറിന് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ വളം തന്നെ ആട്ടുംകാഷ്ടവും അതുപോലെ തന്നെ നമ്മുടെ ബയോബിന്നിൽ നിന്ന് കിട്ടുന്ന സ്ലറിയും കാര്യങ്ങളെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ ലിക്വിഡ് രൂപത്തിൽ കൊടുക്കുക. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വളപ്രയോഗമൊക്കെ. അതിൻ്റെ ഓരോരോ ചെറിയ ചെറിയ വീഡിയോസുകളെല്ലാം നമ്മുടെ ചാനൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വിളഞ്ഞു നിന്നിട്ടുള്ള നമ്മുടെ കുക്കുംബർ രണ്ടും നമ്മൾ വിളവെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ കുക്കുംബർ നട്ടേക്കണ ഒരു ചാക്കിലാണ് കേട്ടോ. ഒരു ചാക്ക് കൊണ്ട് ചെറിയ രീതിയിൽ ഗ്രോ ബാഗ് പോലെ ഉണ്ടാക്കി അതിൽ നമ്മുടെ പോട്ടി മിക്സൊക്കെ നിറച്ചിട്ടാണ് നമ്മൾ നട്ട് വളർത്തിയത്. അതിൽ നിന്നാണ് നമുക്ക് ഈ വിളവും കാര്യങ്ങളെല്ലാം കിട്ടുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിളവ് കിട്ടുന്ന ഒരു കുക്കുംബറാണ് നമ്മുടെ സ്നോ വൈറ്റ് ഇനത്തിൽപ്പെട്ട കുക്കുംബർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.